അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. അതായത് നമ്മുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളൊരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ ഒരു മാനേജറോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റുകളായിട്ട് പല ആളുകളും വരും. സ്റ്റാഫുകൾ തന്നെ കംപ്ലൈൻറ്റുകളായിട്ട് വരും. ആ സമയത്ത് രണ്ട് കൂട്ടർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്ന പ്രധാന കംപ്ലൈൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാളെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് അത് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സൂപ്പർവൈസർ ആയാലും ശരി മാനേജർ ആയാലും ശരി ഒരിക്കലും ശ്രമിക്കരുത്. രണ്ടാളെയും വിളിച്ച്, അതായത് ഓഫീസിലേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നം എന്താണെന്നുള്ള ആദ്യം നിങ്ങൾ കേൾക്കുക. പറയുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, പ്രധാനമായിട്ട് വരുന്ന സംഭവം നിങ്ങൾക്ക് തന്നെ അറിയാം, ഈഗോ ക്ലാഷുകൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. സ്റ്റാഫും സൂപ്പർവൈസറും തമ്മിൽ സംഭവിക്കാറുണ്ട്, സ്റ്റാഫും മാനേജറും തമ്മിൽ സംഭവിക്കാറുണ്ട്, സ്റ്റാഫും തമ്മിൽ സംഭവിക്കാറുണ്ട്, അങ്ങനെ സീനിയർ സ്റ്റാഫും ജൂനിയർ സ്റ്റാഫും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ ഒരു പോയിന്റ് വരിക സെയിൽസിലേക്കാണ്. നമ്മൾ ഇവരെ വിളിച്ച് അവരെ ഇരുത്തി രണ്ട് കൂട്ടർക്കും നല്ല രീതിയിലുള്ള ഒരു ഡിസിഷനൊക്കെ എടുത്തു കൊടുത്ത് അവരെ കൈക്ക് കൊടുത്തിട്ട് ഓഫീസിൽ നിന്ന് വിടുക. രണ്ട് കൂട്ടരും പറയുന്ന കാര്യങ്ങൾ ആദ്യം കേട്ടിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട് ഭാഗവും കേൾക്കുക.